അഴിമതി നടത്തിയ 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ എന്താണ് ജയിലിലടയ്ക്കാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇരട്ടത്താപ്പാണെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം. കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ആദ്യം പ്രതിഷേധവുമായി ഇറങ്ങുക രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന് നേതാവ് തുറന്നടിച്ചു. കെജ്രിവാളിനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു PCC അധ്യക്ഷൻ അജയ് മാക്കൻ ചോദിച്ചത്. അതിനുവേണ്ടി ഔദ്യോഗികമായി അജയ് മാക്കൻ കത്തും അയച്ചു. എന്നാൽ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ പ്രതിഷേധിച്ചതും കോൺഗ്രസ് ആയിരുന്നു. എന്തായാലും പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചത് നന്നായെന്നും സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു. അഴിമതിക്കാരനാണെന്ന് ബോധ്യമായിട്ടും പിണറായി വിജയനെ എന്തിനാണ് രാഹുൽ ഗാന്ധി കൂടെ കൂട്ടുന്നത്? കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ട് കൂടി മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരെ എന്താണ് രാഹുൽ ഇതുവരെ ശബ്ദിക്കാതിരുന്നത്? അഴിമതിക്കെതിരെ മിണ്ടാതിരിക്കുന്നത് ന്യായീകരിക്കാനാവാത്ത തെറ്റാണ്. അഴിമതി ആരോപണം നേരിടുന്ന രാഹുൽ ഗാന്ധി അഴിമതിക്കാരുമായി ചേർന്നുണ്ടാക്കിയ സഖ്യമാണ് ഇന്ത്യ മുന്നണി. നിലനിൽപ്പിനു വേണ്ടിയുള്ള ഈ മുന്നണി ഈ തെരഞ്ഞെടുപ്പോടെ നാമാവശേഷമായി മാറും. എല്ലാ അഴിമതിക്കാർക്കും തടവറ ഉറപ്പാണ്. അതാണ് മോദി ഗ്യാരണ്ടി എന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പര്യടനത്തിന് നിരവധി പേരായിരുന്നു തടിച്ചുകൂടിയത്. തൃക്കൈപ്പറ്റയിൽ നിന്നുമായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത്. വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെ പര്യടന വേളയിൽ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു. വയനാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട് ചുരം ബദൽ റോഡ് നിർമ്മിച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണും. മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാക്കി ആരോഗ്യരംഗം മെച്ചപ്പെടുത്തും. വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃക്കൈപ്പറ്റയിൽ നിന്നും മുട്ടിലിലേക്ക് നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് ബൈക്കുകളാണ് പങ്കെടുത്തത്. തുടർന്ന് മുട്ടിൽ ടൗണിൽ നടന്ന പൊതുയോഗത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷനും സംവിധായകനുമായ മേജർ രവി പങ്കെടുത്തു. സത്യത്തിൽ വയനാട്ടിലെ 3 സ്ഥാനാർത്ഥികളും ചില്ലറക്കാരല്ല. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളുടെ വൻ കുത്തൊഴുക്കാണ് മണ്ഡലത്തിൽ കാണുന്നത്. വെറും ദിവസങ്ങൾ മാത്രമാണ് ഇനി വോട്ടെടുപ്പിനുള്ളത്. വിഷുവിനും പ്രചരണത്തിൽ ഒട്ടും പിന്നിലല്ലായിരുന്നു മുന്നണികൾ. വിഷു ആശംസകളും കണിക്കൊന്നയും വരെ പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചിരുന്നു. പ്രചരണ രംഗത്ത് മേൽക്കൈ ആനി രാജയ്ക്കാണെന്ന് നിസ്സംശയം പറയാം. കാരണം മണ്ഡലത്തിൽ അവർ നേരത്തെ തന്നെ എത്തി പ്രചരണം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പിൽ വോട്ട് കുറയുമെന്ന ആശങ്ക ഇപ്പോഴേ ഉണ്ട്. രാഹുൽ ഗാന്ധിയും ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമാണ്. കേരളത്തിലെ മറ്റൊരു മണ്ഡലത്തിലുമില്ലാത്ത തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ വയനാട്ടിലെത്തുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരടക്കം നേരത്തെ ജില്ലയിലെത്തിയിരുന്നു. രാഹുലിന്റെ ഭൂരിപക്ഷം 5 ലക്ഷമാക്കാനാണ് UDF ശ്രമിക്കുന്നത്. എന്നാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നേടിയെടുക്കാനെന്ന് പറയുന്നവരും നിരവധിയാണ്.